മലപ്പുറം പള്ളിപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്ത് കോയമ്പത്തൂരിൽ എന്ന സൂചന. കാണാതായ സെപ്റ്റംബർ 4-ന് രാത്രി 7:45 പാലക്കാട് KSRTC സ്റ്റാൻഡിൽ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. വിഷ്ണുജിത്തിന്റെ പാലക്കാട്ടെ സുഹൃത്ത് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നുമാണ് സൂചന. അരുൺ അമൃത്നാഥ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇന്നായിരുന്നില്ലേ കല്യാണം? ഇതിപ്പം വീട്ടുകാരോട് പോലീസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സെപ്റ്റംബർ 4-നാണ് വിഷ്ണുവിനെ കാണാതാവുന്നത്. ഇന്നലെയായിരുന്നു വിഷ്ണുവിൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിനായി പണം സംഘടിപ്പിക്കാനാണ് വിഷ്ണു പാലക്കാടേക്ക് പോകുന്നത്. അവിടെ നിന്ന് സുഹൃത്തുമായി ബന്ധപ്പെട്ടു. ഉച്ചയോടുകൂടിയാണ് വീട്ടുകാരുമായി ഫോണിൽ അവസാനമായി സംസാരിച്ചത്. രാത്രിയോടുകൂടി വിഷ്ണുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി. കഞ്ചിക്കോടാണ് പോലീസിന് ലഭിച്ച അവസാന ടവർ ലൊക്കേഷൻ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നു. പാലക്കാട് നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് വിഷ്ണുവിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. കോയമ്പത്തൂരിലേക്ക് വിഷ്ണു പോയിരിക്കുമെന്നാണ് സുഹൃത്ത് പറഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ ഒരു നിഗമനം. വിഷ്ണുവിൻ്റെ കുടുംബം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് പോലീസ് അവസാനമായി പറഞ്ഞത്? അവസാനമായിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് പാലക്കാട് നിന്ന് കോയമ്പത്തൂർ ബസ് കയറി പോയി എന്നുള്ളതാണ്. അപ്പോൾ അവരിപ്പോൾ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴായിരുന്നു വിഷ്ണു അവസാനമായി വീട്ടിൽ ബന്ധപ്പെടുന്നത്? അതായത് 4-ാം തീയതി രാത്രി ഒരു 8:15 ആയപ്പോഴാണ് എന്നെ ലാസ്റ്റ് വിളിക്കുന്നത്. ഞങ്ങൾ മഞ്ചേരി പോയതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെ തിരിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സാധാ ഒരു നോർമൽ രീതിയിലുള്ള സംസാരം തന്നെയായിരുന്നു. അതിന് പ്രത്യേകിച്ച് ഒരു ഇതും നമുക്കപ്പോൾ തോന്നിയിട്ടില്ല. അതിനുശേഷം പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവും. അതെ, അതിനുശേഷം പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവും. ഈ വിഷ്ണുവിൻ്റെ സുഹൃത്തിനെ പാലക്കാട് കണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അവരായിട്ട് സംസാരിച്ചു. അതായത് പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ഇവനെ കാണാനില്ല. അപ്പം നമ്മൾ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോരുന്ന് അന്വേഷിച്ചിട്ട് പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് അറിയുന്നത്. അങ്ങനെ ഇവൻ്റെ നമ്പർ സംഘടിപ്പിച്ച് നമ്മൾ ഇവനെ വിളിച്ചു. അപ്പം ഇങ്ങനെ വിളിച്ചപ്പോഴാണ് ഇവൻ പറയുന്നത് വിഷ്ണു ശരത്തിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ശരത്ത് അവന് 1,00,000 രൂപ റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെന്ന്. അതും ശരത്താണ് പറഞ്ഞത്. അതെ, അത് ശരത്താണ് നമ്മളോട് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് വിഷ്ണുവിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. അപ്പം ശരത്താണ് നമ്മളോട് പറയുന്നത് 1,00,000 രൂപ ശരത്ത് കൊടുത്തിട്ടുണ്ട് വിഷ്ണുവിന്, എവിടുന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ 4-ാം തീയതി വിഷ്ണു അവൻ്റെ ബാങ്കിൽ നിന്ന് എനിക്കൊരു 10,000 രൂപ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, കല്യാണ ആവശ്യത്തിനുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പോഴും പൈസ എത്ര കിട്ടിയെന്നോ കയ്യിൽ എത്രയുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. 10,000 രൂപ നിൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തരുന്നുണ്ടെന്ന് മാത്രമേ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പിറ്റേ ദിവസം ഇങ്ങനെ ശരത്തിനെ വിളിച്ചപ്പോൾ ശരത്ത് പറഞ്ഞു 1,00,000 രൂപ വിഷ്ണുട്ടൻ വാങ്ങിയിട്ടുണ്ട് കയ്യിൽ നിന്ന്. അതുമായിട്ട് കഞ്ചിക്കോട് നിന്ന് പാലക്കാടോട്ട് ബസ് കയറിയിട്ടുണ്ട്, പാലക്കാട് സ്റ്റേഡിയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ അവൻ അറിയുള്ളൂ. അതിനുശേഷം അവൻ കോണ്ടാക്ട് ചെയ്തില്ല, ശരത്തിനെയും പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് ഇപ്പോൾ ആ CCTV ദൃശ്യങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ടവർ ലൊക്കേഷൻ്റെയും CCTV ദൃശ്യങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം. തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S. ശശിധരൻ പറഞ്ഞത്. S. ശശിധരനാണ് ഈ അന്വേഷണ ചുമതലയുള്ളത്. നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്.